ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? കുറച്ച് ചെടികളെ നമുക്ക് പരിചയപ്പെടാം. ഈ ചെടികളുടെ പേരെന്താണെന്നറിയോ? ഒന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂവ്. ഈ ചെടീൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇത് വയനാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ചെടികളാണ്. അന്ന് സാമ്പാർ ചെടി കണ്ടോ? ഇത് സാമ്പാർ ചെടി. ഇതെല്ലാം വെറൈറ്റി കളർ, വെറൈറ്റി ചെടി. കളറെല്ലാം സെയിം തന്നെ. ഇത് നിങ്ങളെ വീട്ടിലുണ്ടോ? ഈ ചെടിയുണ്ടോ? ഇത് പൂ വിരിഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. കൂടുതലൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ ഇതെല്ലാം. ഈ ചെടി ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യൂ. ഇത് പൊട്ടിച്ചിട്ടാണ് നടുക കേട്ടോ. പൊട്ടിച്ചിട്ട് ചട്ടീനകത്ത് മണ്ണിട്ടിട്ട് ഈ ചെടി പൊട്ടിച്ച് നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. എപ്പോഴും പൂവുണ്ടാവേ. ഇതൊരു ഇലയാണ്, ഇലച്ചെടിയാണ്. ഇത് ഓണച്ചെടി. ഇത് നമ്മൾ 10 മണി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഈ ചെടിക്ക് എന്താ പറയുക? ഇത് വേറെ തന്നെ ഒരു മഞ്ഞപ്പൂ വിരിയുന്ന ചെടിയാണ്. ഇത് വിരിഞ്ഞിട്ട് കാണാൻ നല്ല രസമാണ്. പക്ഷെ പൂവെല്ലാം വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ പിടിച്ചിന്. ഇത് ഇലച്ചെടികൾ. ഇത് ബന്ധിച്ചെടി, ചെണ്ടുമല്ലിക എന്ന് പറയും, ബന്ധിച്ചെടി എന്ന് പറയും. ഇതിനെന്താ നിങ്ങളെ നാട്ടിൽ പറയുക? കൊളീഷെന്നോ അങ്ങനെ എന്തോ പറയും ഇവിടെ. നമ്മൾ ഇലച്ചെടി എന്ന് പറയും. ഈ വെള്ളയും പച്ചയും നല്ല രസമില്ലേ? ചെടി നല്ല ഭംഗിയില്ലേ കാണാൻ? ചെണ്ടുമല്ലിക വിരിഞ്ഞിട്ടുണ്ട്. വാടാർമല്ലി, ഇതാണ് വാടാർമല്ലി. കണ്ടോ? തുളസീൻ്റെ അപ്പുറത്തുള്ളത് വാടാർമല്ലി. ഇത് തുളസി. ചെണ്ടുമല്ലികയൊന്നും വിരിഞ്ഞില്ല. വിരിഞ്ഞ് കഴിയുമ്പോൾ വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. ഇത് പൊട്ടിച്ച് നടാനുള്ള ഉദ്ദേശത്തിലാണ്. ഈ ചെടികളെല്ലാം നിങ്ങളെ വീട്ടിലുണ്ടോ? ഈ ഇലച്ചെടികളെല്ലാം നിങ്ങൾ കണ്ടു നോക്കൂ. ഇനി അടിപൊളി ചെടികളുണ്ട്, അടിപൊളി ചെടികൾ. ഇത് കണ്ടു നോക്കൂ നിങ്ങൾ. ഇതെങ്ങനെയുണ്ടെന്ന് പറയൂ. ഇത് പണ്ട് സ്കൂളിൽ പോകുമ്പം ഇതിൻ്റെ പൂവ് പറിച്ചിട്ട് കൈത്തണ്ടയിൽ ഒട്ടിച്ചിട്ട് സൂര്യനെ കാണിക്കലുണ്ട്. പഴയകാല ഓർമ്മകൾ. ഇത് കല്യാണി, നിത്യ കല്യാണി. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക? പിന്നെ ശവന്നാറി എന്ന് പറയും. ഇത് കൃഷ്ണ തുളസി, കുഞ്ഞു റോസ, കുഞ്ഞു റോസ. ഇതിന് മുള്ളു കുറവാണ് ഈ റോസക്ക്. ഇത് വേറെ റോസയാണ്. ഇതെല്ലാം വേറെ കളറാണ്. ഇത് കുഞ്ഞ് റെഡ് റോസ്. ഇത് അടിപൊളിയാണ്. ഈ റോസ് കാണാൻ നല്ല വൃത്തി. കാണുന്ന പോലെ അല്ല കേട്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ അല്ല. റോസും വെള്ളയും കൂടി ആയിട്ടുള്ളതാണ്. ഇത് നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഇത് വാടാർമല്ലി. എന്തെല്ലോ ചെടിയുണ്ട്. ഈ ചെടീൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല. ഈ ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? വാടാർമല്ലി അല്ല, ഇത് കുഞ്ഞു റോസയാണ്. ഇത് വേറെ ഓർക്കിഡ്. അതിൻ്റെ അപ്പുറത്ത് അത് ആ കാണുന്നത് കുഞ്ഞു റോസ്. ഓർക്കിഡ് നിങ്ങളുടെ നാട്ടിലുണ്ടോ? ഇത് ഇലച്ചെടി. ഇത് വീട്ടുമുറ്റത്ത് വെച്ച നല്ല ഓക്സിജൻ വരുന്നെല്ലാം പറയും. പൊട്ടത്തരായിരിക്കും, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു ഇലച്ചെടിയാണ്. ഇത് സ്നേക്ക് പ്ലാന്റ് ആണോ? ഇത് ശരിക്കും അതിൻ്റെ പേരെന്താണെന്നറിയില്ല. സ്നേക്ക് പ്ലാന്റ് ആണോ? ഇതെല്ലാം ഒരുപാട് ചെടികൾ നട്ട് വെച്ചിട്ടുണ്ട്. നിറയെ പൂ വിരിഞ്ഞിട്ടാകുമ്പോൾ അടുത്ത വീഡിയോ ഇടുവേ. ഇതിൻ്റെ എല്ലാം കളർ ചേഞ്ചാണ്. ഉണ്ടാവും. നല്ല ഭംഗിയില്ലേ പൂ കാണാൻ? ഇത് വേറൊരു കളറ്. ഇതെല്ലാം തണ്ട് പൊട്ടിച്ച് നടുന്ന ചെടിയാണ്.
ഇത് വേറെ ചെടി. താമര. ഈ മഷിയില കണക്കെ തന്നെ അതിനകത്ത് ചുവന്ന പൂ വിരിയുന്നത് കലാഞ്ചി. എന്നാൽ അങ്ങനെ അങ്ങനെ അതിൻ്റെ പേര് കലാഞ്ചിയാന്നങ്ങനെ. ഇതെല്ലാം ഇലച്ചെടിയാണ്. ഇതെല്ലാം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ചെടികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഈ ഇലച്ചെടികൾ? ഇലച്ചെടികളെ ഇനി നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒന്ന് കാണണോ? ഇതെല്ലാം ഇലച്ചെടി. ഇതിന് പൂ വിരിയുന്നതാണേ. അതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല ചെടീൻ്റെ. ഇലകൾ. ഇത് ഉള്ളിപ്പൂ എന്ന് നമ്മളെ നാട്ടിൽ പറയും. ഉള്ളിപ്പൂ. ഇത് നിങ്ങൾ നോക്കിയേ, ശംഖുപുഷ്പമാണേ. ഇതാ ശംഖുപുഷ്പം. മുറ്റത്തൊരു ശംഖുപുഷ്പം നല്ലതെന്നല്ലേ പറയുന്നതാ. ശംഖുപുഷ്പം കണ്ടോ? പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ശംഖുപുഷ്പം. മണി പ്ലാന്റും ഉണ്ട്. ഇതൊരു തക്കാളി. അങ്ങനെ കുറേ ചെടികൾ. താമര. ഓർക്കിഡ്. അങ്ങനെ കുറച്ച് കുഞ്ഞു ചെടികൾ. കല്യാണി. ഇത് വെളുത്ത കല്യാണി. റോസ് കല്യാണി. ഈ ചെടി കാണാൻ നല്ല വൃത്തിയുണ്ട്. ഇത് പണ്ട് നമ്മളെ റോഡ് സൈഡിൽ മൊത്തം ഇങ്ങനത്തെ ചെടി ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കുറഞ്ഞു. ഇതാണ് ഗൈസ് ശംഖുപുഷ്പം. വയലറ്റ് ശംഖുപുഷ്പം. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോകളാണ്. താമര കണ്ടോ? താമര. ഓർക്കിഡ്. വണ്ടപ്പൂവുണ്ട്. വണ്ടപ്പൂവ്. ഇത് വണ്ടപ്പൂ ഉണ്ടോ? ഇതാണ് വണ്ടപ്പൂ. ഇതിൻ്റെ റെഡും ഉണ്ട്. അത് പൂ വിരിഞ്ഞിട്ടില്ല. ഇത് ഈ കളറാണ്. ഈ കളറ് വെണ്ടപ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെണ്ടയല്ല കേട്ടോ, ഇത് വെണ്ടച്ചെടിയെന്ന് നമ്മൾ പറയുന്ന ചെടിയാണ്. നമ്മൾ കറി വെക്കുന്ന വെണ്ടയല്ല അത്. അതാണ് ശംഖുപുഷ്പം കേട്ടോ. ശംഖുപുഷ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. താങ്ക് യു ഫ്രണ്ട്സ്. സപ്പോർട്ട് ചെയ്യുക. ഇനിയും വരിക ചാനലിലേക്ക്.